ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരവിന്ദ് അമ്മയെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ സത്യവും ഏറ്റുപറയുകയാണ് പോലീസിന്റെ മുന്നിൽ വെച്ച്. ഫോൺ പരിശോധിച്ചാൽ അമ്മയുമായിട്ട് ഞാൻ സംസാരിച്ചതും അമ്മ എനിക്ക് വിളിച്ചതും എല്ലാം തന്നെ ഇവർ കാണും. അതോടുകൂടി എന്നെയും അമ്മയെയും ഒരുപോലെ ശിക്ഷിക്കും. അമ്മ കൂടി ചേർന്നിട്ടാണ് PWD ഓഫീസിൽ പോയി പ്രശ്നമുണ്ടാക്കിയത് എന്ന് ഇവർ പറയും. അപ്പോൾ അമ്മ പോലും ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് അമ്മയെ രക്ഷിക്കാൻ ഞാൻ തന്നെ സ്വയം കുറ്റം ഏറ്റെടുക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അരവിന്ദ് പറയുന്നത്. ഞാനാണ്, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ PWD ഓഫീസിൽ പോയി പ്രശ്നമുണ്ടാക്കിയത്. ആകാശ് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കുറ്റം ഏറ്റു പറയുകയാണ്. അതോടുകൂടി ആകാശ് നിരപരാധിയാണെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാക്കി ആകാശിനെ വെറുതെ വിടുകയാണ്. അങ്ങനെ ചാരുവും ബാലനും ഗോവിന്ദനും ആകാശും കൂടി തിരിച്ചു വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോലീസ് അരവിന്ദിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അരവിന്ദ് പറയണ അവർ രണ്ടുപേരും മൈസൂരിലേക്ക് ഹണിമൂണിന് പോയി എന്ന് അറിഞ്ഞു. അപ്പോൾ അവരെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അവർ സന്തോഷത്തോടു കൂടി ജീവിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അത് കേട്ടപ്പോൾ ബാലൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ബാലൻ പറയുന്നുണ്ട് പോലീസിനോട്, ഇവനെ വെറുതെ വിടരുത്, ഇവന് തക്കതായ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അരവിന്ദൻ അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും, നീ എന്നെ അങ്ങനെ വിളിച്ചു പോവരുത്, നിന്നെ പോലീസ് വെറുതെ വിട്ടാലേ എൻ്റെ കൈകൊണ്ടാവും നിന്റെ മരണം എന്ന് പറഞ്ഞിട്ടാണ് ബാലനും ഗോവിന്ദനും ചാരുവും ആകാശും അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ പോലീസ് സെല്ലിലേക്കാക്കാൻ പറയുകയാണ് അരവിന്ദിനെ. അരവിന്ദിൻ്റെ കയ്യിലുള്ള ഫോണൊക്കെ അവർ വാങ്ങിച്ചു വെക്കുകയാണ്. ഈ സമയം ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആകാശ് നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, ഇനിയുള്ള കാലം മുഴുവനും നീ ലോക്കപ്പിൽ തന്നെ കഴിയേണ്ടി വരും, ഇനി ഒരിക്കലും പുറം ലോകം കാണാൻ കഴിയില്ല എന്നൊക്കെ മനസ്സിൽ സന്തോഷത്തോടു കൂടി ശ്രേയ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ശ്രേയയുടെ PA ദിലീപ് വിളിക്കുന്നത്. മേഡം, ഒരു ബാഡ് ന്യൂസ് ഉണ്ട് പറയാൻ. എന്താണ് ദിലീപ് എന്ന് ചോദിക്കുമ്പോൾ, ആകാശിനെ വെറുതെ വിട്ടു, അരവിന്ദാണ് ചെയ്തത് എന്നുള്ള കാര്യം പോലീസിൻ്റെ മുന്നിൽ വെച്ച് അരവിന്ദ് എല്ലാ സത്യവും വിളിച്ചു പറഞ്ഞു എന്ന് കേട്ടതോടുകൂടി ശ്രേയ അങ്ങ് ഞെട്ടിപ്പോവാണ്. ആകാശ് നിരപരാധിയാണെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായി. അതുകൊണ്ടാണ് പോലീസ് ആകാശിനെ വെറുതെ വിട്ടത്. അരവിന്ദാണ് PWD ഓഫീസിൽ വന്ന് ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായത് കൊണ്ടാണ് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ശ്രേയയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് ഫോൺ വെച്ച ശേഷം ശ്രേയ മനസ്സിൽ പറയുകയാണ്, ആകാശ് നീ ജയിലിൽ തന്നെ കഴിയേണ്ടി വരുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ നീ രക്ഷപ്പെട്ടു, പക്ഷെ നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പിന്നീട് ആകാശിന്റെ വീട്ടിൽ അശ്വതിയും അനു അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്താവും, ആകാശിനെ പുറത്തിറക്കാൻ കഴിയുമോ, എന്താവും ഉണ്ടായിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പോഴാണ് രമേശൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയണേ, എന്തിനാണ് അശ്വതി അനു നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഏതായാലും അമ്മാവൻ പോയിട്ടുണ്ടല്ലോ, ചാരുവും അമ്മാവനും കൂടി ആകാശിന്റെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു കൊണ്ടുവരും, നിങ്ങൾ സങ്കടപ്പെടാതിരിക്കുക. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് ആകാശും ചാരുവും ബാലനും കൂടി അവിടേക്ക് വരുന്നത്. അങ്ങനെ ആകാശിനെ കണ്ടതോടുകൂടി അനുവിനും അശ്വതിക്കും ഒരുപാട് സന്തോഷമാവാണ്ട് ആകാശിന്റെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്തിനാണ് നിങ്ങളിങ്ങനെ സങ്കടപ്പെടുന്നത്, ഞാൻ വന്നല്ലോ, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞപ്പോൾ, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ആകാശ് ഞങ്ങൾക്കറിയാം, പക്ഷെ നിന്നെ അവർ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ, നിന്നെ വിട്ടയക്കില്ല എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമായി എന്നൊക്കെ പറയുമ്പോൾ, ഇനി നിങ്ങൾ കരയേണ്ട, ചേച്ചി കരയല്ലേ, അനു നീ സങ്കടപ്പെടലടി എന്നൊക്കെ പറഞ്ഞ് ആകാശ് അവരെ രണ്ടുപേരെയും ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ഈ സമയം ബാല ഹേമയെ നോക്കുകയാണ്. അപ്പോൾ ഹേമ അങ്ങനെ ദേഷ്യത്തിലാണ് കേട്ടോ. ആകാശ് തിരിച്ചെത്തിയ ദേഷ്യത്തിലാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ രമേശൻ പറയണ, ആകാശ് ഇവർ സന്തോഷം കൊണ്ടാണ് കരയുന്നത്, ഇവർ രണ്ടുപേരും ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ആയില്ലേ അശ്വതി അനു, ഇപ്പോൾ ആകാശിനെ അവർ വെറുതെ വിട്ടില്ലേ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ അശ്വതി പറയാണ്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം, എന്നിട്ടും പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായി ആകാശ്, നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയതിന് അവരൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന് പറയുമ്പോൾ ബാലൻ പറയാം, ഇതിനെല്ലാം കാരണക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ മൂത്ത ഏട്ടൻ അരവിന്ദൻ. എന്താ അച്ഛൻ ഈ പറയുന്നത്? അതെ മോളെ, എന്തിനാണെന്നോ അരവിന്ദ് ഇങ്ങനെയൊക്കെ ചെയ്തത്, ചാരുവും ആകാശും ഹണിമൂണിന് പോയി അവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കരുത് എന്ന് കരുതിയിട്ടാണ് അവൻ തിരിച്ച് ഈ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ PWD ഓഫീസിൽ പോയി ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിയത്. കേട്ടപ്പോൾ ഹേമ പറയുന്നു, ഒന്ന് നിർത്തുന്നുണ്ട്, എപ്പോൾ നോക്കിയാലും എൻ്റെ മോനെ കുറ്റം പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ പണി, എൻ്റെ മോനെ കുറിച്ച് ഓർത്ത് ഒരു ദിവസം പോലും കരയാത്ത ദിവസങ്ങളില്ല, എൻ്റെ മോൻ എവിടെയാണെന്നോ എന്താണ് ചെയ്യുന്നത് എന്നോ എങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്നും അറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ന്യായവുമില്ലാതെ എൻ്റെ മോനെ കുറ്റപ്പെടുത്തുന്നത്, ഇതൊക്കെ നിങ്ങൾ
നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ബാലൻ ഹേമയെ കളിയാക്കിയിട്ട് പറയണ, അയ്യോ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നിന്റെ മോനെ നല്ല സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. നിന്റെ മോൻ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മനസ്സിലായത് കൊണ്ട് അവനെ നല്ല വിവരണം കൊടുത്തിട്ട് തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞതോടുകൂടി ഹേമ അങ്ങ് ഞെട്ടിപ്പോവാണ്. അത് കേട്ടപ്പോൾ ഹേമ വെപ്രാളം പിടിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യോ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് പോലീസുകാർ എൻ്റെ മോനെ അറസ്റ്റ് ചെയ്തത്? നിന്റെ മോൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നീ നിന്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, അപ്പോൾ മനസ്സിലാവും നിനക്ക് എല്ലാത്തിനുമുള്ള ഉത്തരവും. അപ്പോൾ ഹേമ പറയണേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴേ നിങ്ങൾ ഒന്ന് ചിന്തിച്ചോ, നിങ്ങളുടെ മകൻ തന്നെയാണ് അരവിന്ദും. അരവിന്ദിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങളിങ്ങനെ സന്തോഷിച്ച് പറയുകയൊന്നും വേണ്ട, നിങ്ങളൊരു അച്ഛനാണോ? അത് കേട്ടപ്പോൾ ബാലൻ പറയാണ്, തെറ്റ് ചെയ്ത അരവിന്ദിന് വേണ്ടി നിന്റെ മനസ്സിങ്ങനെ തുടിക്കുന്നുണ്ടല്ലോ, പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ആകാശിന് വേണ്ടി നിന്റെ മനസ്സിങ്ങനെ തുടിച്ചില്ലല്ലോ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മക്കളെ വേർതിരിച്ച് കാണരുത്, എല്ലാ മക്കളും തുല്യമായി കാണണം, അതാണ് ഒരു അമ്മയ്ക്ക് വേണ്ടത്. അല്ലാതെ മക്കളെ വേർതിരിവോട് കൂടി ഒരിക്കലും ഒരു പ്രസവിച്ച അമ്മ കാണില്ല എന്ന് പറഞ്ഞ് ഹേമയെ ബാലൻ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഹേമ മിണ്ടാതെ നിൽക്കാണ്. രക്ഷിതാക്കൾ ഒരിക്കലും മക്കളെ വേർതിരിവോട് കൂടി കാണില്ല എന്ന് ബാലൻ പറഞ്ഞ സമയത്ത് എന്നിട്ട് ബാലൻ പറയാണ്, തരക്കേടില്ല, ചീത്ത മകനെ അകറ്റി നിർത്തുകയും ഒരു തെറ്റും ചെയ്യാത്ത മകനെ ചേർത്ത് പിടിക്കുകയും അവനെ സംരക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതങ്ങനെയല്ല. ഒരു തെറ്റും ചെയ്യാത്ത ആകാശിനെ വെറുതെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു, എന്നിട്ട് തെറ്റ് ചെയ്ത അവനെ എങ്ങനെ സ്നേഹിക്കുന്നു, നീ അവൻ്റെ തെറ്റുകൾക്കെല്ലാം വീണ്ടും വീണ്ടും കൂട്ടു നിൽക്കുന്നു. ഇതാണോടി ഒരു അമ്മ ചെയ്യേണ്ട പ്രവൃത്തി? ഇതിനൊക്കെ നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നീ ചെയ്ത് കൂട്ടിയ ഈ പാപങ്ങൾക്കെല്ലാം തന്നെ ദൈവം ഒരു ദിവസം നിനക്ക് അതിനുള്ള തിരിച്ചടി കിട്ടിയിരിക്കും എന്ന് ബാലൻ പറയുന്ന സമയത്ത് ആകാശ് പറയുന്ന, അച്ഛ വേണ്ട, അമ്മയെ ഒന്നും പറയാൻ നിൽക്കണ്ട, എനിക്ക് വേണ്ടി അച്ഛൻ അമ്മയെ വെറുതെ വഴക്ക് പറയണ്ട, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ലാത്തതിന്റെ കാരണക്കാരൻ ഞാൻ കൂടിയാണ്, ഇനി ഇതിനെ ചൊല്ലി ഇവിടെ ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞ് ആകാശ് റൂമിലേക്ക് പോവാട്ടോ. അപ്പോൾ ചാരുവും പോവുകയാണ്. അങ്ങനെ അശ്വതിയും അനുവും രമേശിനൊക്കെ പോവാണ്. അങ്ങനെ ഹേമയുടെ അടുത്തേക്ക് ബാലൻ വന്നിട്ട് പറയണം, എന്റെ മകനെ പുറത്തിറക്കാം എന്നുള്ളത് നീ സ്വപ്നത്തിൽ പോലും കാണണ്ട, അവന് ജാമ്യം പോലും കിട്ടില്ല, അവന് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള FIR ആണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടാണ് ബാലൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഹേമ വല്ലാതെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്, എങ്ങനെ എൻ്റെ മോനെ പുറത്തിറക്കും എന്നുള്ള ചിന്തയോട് കൂടി. എന്നിട്ട് ആരും കാണാതെ ഹേമ വീണ്ടും അരവിന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ പോലീസ് അരവിന്ദൻ്റെ ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫോൺ അടിക്കുന്ന സൗണ്ട് കേട്ട് അരവിന്ദ് പറയാണ് പോലീസിനോട്, സാർ എനിക്കൊരു സഹായം ചെയ്യുമോ, എൻ്റെ ഫോൺ ഒന്ന് എടുത്തു തരുമോ, എൻ്റെ അമ്മയായിരിക്കും വിളിക്കുന്നുണ്ടാവുക, ഞാൻ സ്റ്റേഷനിലായത് അറിഞ്ഞ് ടെൻഷനായിട്ടാണ് അമ്മ വിളിക്കുന്നത്, അമ്മയോട് 2 വാക്ക് സംസാരിച്ചിട്ട് ഞാൻ ഫോൺ തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ പറഞ്ഞു, ഇല്ല, SI സാർ അറിഞ്ഞാലേ ഞങ്ങൾക്ക് പ്രശ്നമാണ്, സാർ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, ഒന്ന് സഹായിക്കുമോ സാർ, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതാവും, എന്നോട് സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ അമ്മ ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്ക് പിന്നെ ഒരു സഹതാപം തോന്നുകയാണ് അരവിന്ദിനോട്. അങ്ങനെ അരവിന്ദിന് ആ ഫോൺ കൊടുക്കുകയാണ്. എന്നിട്ട് അരവിന്ദ് ഹേമയോട് സംസാരിക്കുകയാണ്, ഞാൻ എന്നോട് എത്ര തവണ പറഞ്ഞതാണ് ശ്രദ്ധിക്കണം എന്നുള്ളത്, എന്നിട്ടിപ്പോൾ അവസാനം നീ പോലീസിന് പിടികൊടുത്തില്ലേ എന്ന് പറഞ്ഞപ്പോൾ, അല്ല അമ്മേ, ഞാൻ ശ്രദ്ധിച്ചത് തന്നെയാണ്, എന്നെ കാണിച്ചു കൊടുത്തത് ആ ചാരുവാണ്. ചാരുവോ? അതെ. എങ്ങനെ ചാരുവിന് നീയുള്ള സ്ഥലം അറിയാം? അവൾ അന്ന് ആകാശിനെയും കൂട്ടി കാറ് വാഷ് ചെയ്യാൻ വേണ്ടി വന്നില്ലേ, അന്ന് ഞാൻ കരുതിയത് ഞാനാണ് അവരെ 2 പേരെയും കണ്ടു എന്നാണ്, പക്ഷേ അവൾ എന്നെ കണ്ടിരിക്കണം, അതുകൊണ്ടാണ് അച്ഛനെയും കൂട്ടി ഗോവിന്ദമാമനെയും കൂട്ടി അവൾ അവിടേക്ക് പോലീസിനെയും കൂട്ടി അവിടേക്ക് വന്നത്. പക്ഷേ ഞാൻ അവളെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല, ഇനി അവർ 2 പേരും സന്തോഷവും സമാധാനത്തോടെയും ജീവിക്കില്ല, ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ അമ്മേ, അവരെ 2 പേരെയും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അമ്മ കണ്ടോളുണ്ടു. അത് കേട്ട ഹേമക്ക് ദേഷ്യം പിടിച്ചിട്ട് ഹേമ പറയണേ, നീ എന്ത് ചെയ്തോ, നീ എന്ത് ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഞാൻ നോക്കില്ല, പക്ഷേ അവളെ ഞാൻ വെറുതെ വിടില്ല, അവൾ ഇനി മുതൽ നരക ശിക്ഷയാണ് അനുഭവിക്കാൻ പോകുന്നത്, ഈ ഹേമ ആരാണെന്നുള്ളത് അവൾ ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അരവിന്ദ് പറയാണ്, അമ്മ അവളെ വെറുതെ വിടരുത്, അവൾക്ക് ഇപ്പോൾ ഞാനിവിടെ സെല്ലിനകത്ത് കിടക്കുന്നത് പോലെ അവൾ അവിടെ വീട്ടിലിരുന്നു കൊണ്ട് എന്നെ ഇങ്ങനെ ദ്രോഹിച്ചതിന്, എന്നെ അകത്താക്കിയതിന് അവൾക്കുള്ള ശിക്ഷ അനുഭവിക്കണം, അതിന് അമ്മ ഞാൻ പറയുന്നത് പോലെ അവൾക്ക് കൊടുക്കണം എന്ന് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും കോൺസ്റ്റബിൾ വന്ന് ഫോണ് വാങ്ങിക്കുകയാണ്. നിന്നോടല്ലടാ പറഞ്ഞത് 2 വാക്ക് സംസാരിച്ചാൽ മതി എന്ന്, എന്നിട്ടിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് ഫോൺ വാങ്ങിച്ചു കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ഹേമ ഫോൺ വെച്ച ശേഷം ഹേമ, എൻ്റെ മോനെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയിരിക്കും, അവളെ ഞാൻ വെറുതെ വിടുകയുമില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ദേഷ്യത്തിന് നിൽക്കാൻ കേട്ടോ. ഈ സമയം ചാരുവും ആകാശും റൂമിലെത്തിയ ശേഷം ആകാശ് ചാരുവിനോട് നന്ദി പറയുകയാണ്,
ചാരു, നീ കാരണമാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് പുറത്തിറങ്ങിയത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് കമ്പിയഴി എണ്ണേണ്ടി വന്നേനെ എന്ന് പറയാണ്. അല്ല, ഞാൻ എന്നോട് ചോദിക്കണമെന്ന് കരുതിയതാണ്. നീ എങ്ങനെയാണ് അരവിന്ദേട്ടനുള്ള സ്ഥലം കണ്ടുപിടിച്ചത്? നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോൾ ചാരു പറയണ, അക്കുചേട്ടാ, അന്ന് നമ്മൾ കാറ് വാഷ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് ചെന്നില്ലേ, ആ സമയത്ത് ഞാൻ അരവിന്ദേട്ടനെ അവിടെ വെച്ച് കണ്ടു. എന്നിട്ട് എന്താ ചാരു നീ എന്നോട് അക്കാര്യം പറയാതിരുന്നത്? അരവിന്ദേട്ടൻ അവിടെ ഉണ്ടായിരുന്ന കാര്യം അപ്പൊ തന്നെ അച്ഛനോട് വിളിച്ച് പറയായിരുന്നല്ലോ. എന്നിട്ട് അച്ഛൻ അരവിന്ദേട്ടനെ പിടിച്ചു കൊണ്ടുവരുമായിരുന്നല്ലോ, നീ എന്താ പറയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചാരു പറയാണ്, അരവിന്ദേട്ടനെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ അപ്പോഴേ അക്കുചേട്ടനോട് അക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ബാലമാമ പോലീസിനെ കൊണ്ട് അരവിന്ദേട്ടനെ അപ്പോഴേ തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിരുന്നേനെ. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. എനിക്ക് അത് കണ്ടപ്പോൾ ഒരു പാവമാണ് അരവിന്ദേട്ടനോട് തോന്നിയത്. ഈ വീട്ടിൽ എങ്ങനെ കഴിയേണ്ട ആളാണ് അവിടെ പോയി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ഓർത്ത് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്നോട് ഒന്നും തോന്നരുത് അക്കുചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, എനിക്ക് മനസ്സിലാവും നിന്റെ മനസ്സ് സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നീ ചെയ്തത് ശരി തന്നെയാണ് എന്ന് ആകാശ് പറഞ്ഞപ്പോൾ ചാരു പറയാണ്, അതല്ല അക്കുചേട്ടാ, ഇപ്പോൾ എനിക്ക് ആ അരവിന്ദേട്ടനെ എനിക്ക് അക്കുചേട്ടനെ പുറത്തിറക്കാൻ വേണ്ടി വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ആ ഒരു വിഷമത്തിലാണിപ്പോൾ ഞാൻ. അല്ല എന്നുണ്ടെങ്കിൽ അക്കുചേട്ടൻ ഒരിക്കലും പുറത്തിറങ്ങില്ല. അരവിന്ദേട്ടൻ ചെയ്ത തെറ്റിന് ഒരു തെറ്റും ചെയ്യാത്ത അക്കുചേട്ടൻ എന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് ഓർത്തപ്പോഴാണ് എനിക്ക് എല്ലാ സത്യവും ബാലമാമയോട് പറയേണ്ടി വന്നത്. പക്ഷേ പോലീസിനോട് അരവിന്ദേട്ടനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ആ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആഘോഷ്, നീ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പറയുന്നതിലും നീ ചെയ്തതിലുമൊക്കെ ന്യായമുണ്ട്. പക്ഷേ അരവിന്ദിൻ്റെ മനസ്സിൽ ഇപ്പോൾ നമ്മളോട് മൂന്നാളോടും നല്ല പകയും ദേഷ്യവുമായിരിക്കും. നമ്മൾ രണ്ടുപേരും നല്ല ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ആകാശിൻ്റെ ഫോണിലേക്ക് സൗമ്യ വിളിക്കുന്നത്. എന്നിട്ട് സൗമ്യ ചോദിക്കുകയാണ്, വീട്ടിലെത്തിയില്ലേ ആകാശ് എന്ന് ചോദിക്കുമ്പോൾ, ആ എത്തി സൗമ്യ. ആകാശ്, നീ പുറത്തിറങ്ങാൻ വേണ്ടി ചാരു എത്രമാത്രം അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ, ആ എനിക്കറിയാം. അരവിന്ദേട്ടനെ കണ്ടുപിടിച്ച് പോലീസിനോട് പറഞ്ഞതും അച്ഛനോട് പറഞ്ഞതുമൊക്കെ ചാരുവാണ്. അതുമാത്രമല്ല, ഇവിടെ ഓഫീസിലേക്ക് വന്നിരുന്നു. പിയൂണിനെ കൊണ്ട് എങ്ങനെയെങ്കിലും നിനക്കെതിരെ കൊടുത്ത കേസ് പിൻവലിക്കാൻ വേണ്ടി ശ്രേയ മേഡത്തിനോട് സംസാരിക്കാൻ വേണ്ടി. പക്ഷേ ശ്രേയ മേഡം എന്താണ് ചെയ്തതെന്നോ എന്ന് പറഞ്ഞ് സൗമ്യ എല്ലാ കാര്യവും അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ചാരുവിനോട് വളരെ മോശമായിട്ടാണ് അവർ പെരുമാറിയത്. എന്നിട്ട് ചാരുവിൻ്റെ മുഖത്തേക്ക് ചൂട് ചായ ഒഴിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ആകാശ് അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. അപ്പോൾ ചാരു ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്തു എന്ന് കേട്ടപ്പോൾ ആകാശിന് ചാരുവിനോട് വല്ലാത്ത സ്നേഹം തോന്നുകയാണ്. അപ്പോൾ ശ്രേയ ഇങ്ങനെയൊക്കെ ചെയ്തതോട് ഓർത്ത് നല്ല ദേഷ്യവും ശ്രേയയോട് വരികയാണ്. എന്നിട്ട് സൗമ്യ പറയണേ, ഇതെല്ലാം പിയൂണ് കണ്ട് ഞങ്ങളോട് രാജേന്ദ്രൻ സാറിനോടും എന്നോടും സ്റ്റാഫുകളോടും ഒക്കെ പറഞ്ഞു എന്ന് പറയട്ടെ. അത് കേട്ടപ്പോൾ രാജേന്ദ്രൻ സാറ് പറയുന്നുണ്ട്, ഇവർക്ക് ഈ പെണ്ണും പിള്ളയ്ക്ക് എന്ത് അഹങ്കാരമാണ് എന്ന്. കണ്ടോ ആകാശ്, ഇതൊക്കെ ചെയ്തതിന്, ചാരുവിനോട് ഇങ്ങനെയുള്ള ക്രൂരത ചെയ്തതിന് അവർ അനുഭവിക്കാതിരിക്കില്ല. അവർ എന്ത് മഹാപാപമാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇതിനുള്ള ശിക്ഷയൊക്കെ ദൈവം കൊടുക്കും. ചാരു ആകാശിനോട് ഇതൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എന്നോട് ഒന്നും പറഞ്ഞില്ല. അത് ആകാശ്, നീ വിഷമിക്കരുത് എന്ന് കരുതിയിട്ടാവും ചാരു പറയാതിരുന്നത്. ഞാൻ ആവശ്യമില്ലാതെ നിന്നോട് ഇതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞതെല്ലാം നീ മറന്നേക്ക് ആകാശ്. നമുക്ക് നാളെ രാവിലെ ഓഫീസിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് സൗമ്യ ഫോൺ വയ്ക്കുകയാണ്. ഇനിയാണ് ആകാശ് പിറ്റേ ദിവസം തന്നെ ഓഫീസിലേക്ക് പോവുകയും ശ്രേയയെ കണ്ട് സംസാരിക്കുകയും ശ്രേയയ്ക്ക് വേണ്ടി ചായ വാങ്ങിച്ചു കൊണ്ടുവരികയും എന്നിട്ട് ആ ചായ ശ്രേയയുടെ മുഖത്തേക്ക് ആകാശ് ഒഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.